വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ഒരു സൂപ്പ് ഉണ്ടാക്കിയത്, വെജിറ്റബിൾ സൂപ്പ്. ഇപ്പോൾ സൂപ്പിന് അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്ക് വേണം. ഇതേപോലെ ഒരു 5-6 ബീൻസ്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, കുറച്ച് ബീട്രൂട്ട് മതി, ഒരു സവോളയുടെ പകുതി, വലിയൊരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മളിതുപോലെ കുക്കർ എടുക്കുക, ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5-6 വെളുത്തുള്ളി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2 ഏലയ്ക്ക, ഒരു 3 ഗ്രാമ്പു, കുരുമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെക്കാം. ഒരു 2 വിസിൽ അല്ല ഒരു 3 വിസിൽ, ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു പോകണം. ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഓരോരുത്തർ ചെയ്യുന്ന ഓരോ വ്യത്യസ്തമായ രീതിയിൽ തന്നെ. അപ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിളൊക്കെ ഞാൻ ഈ മാറ്റുകയാണ്. ഇത് നമുക്ക് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ വെള്ളം തന്നെ ഒരല്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരയണ്ട, ഒന്ന് കറക്കി ഇങ്ങനെ എടുത്താൽ മാത്രം മതി. ഇനി സൂപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇതുപോലൊരു പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ജാറിൻ്റെ അകത്തിരിക്കുന്ന ആ വെജിറ്റബിളെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഈ ബട്ടറിൻ്റെ അകത്ത് ഈ വെജിറ്റബിളൊന്നും വഴറ്റിയെടുക്കണം. ഈ കുക്കറിൻ്റെ അകത്തുള്ള ആ വെജിറ്റബിളിൻ്റെ വെള്ളം തന്നെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ തിളയ്ക്കട്ടെ. ഈ സമയം കൊണ്ട് ഇതേപോലെ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കറക്കി റെഡിയാക്കിയെടുക്കും. നല്ലപോലെ തിളയാകുമ്പോഴത്തേക്കും നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ അതുകൊണ്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. സൂപ്പ് ഉണ്ടാക്കിയിട്ട് അല്പം ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ചുമ്മാ പറഞ്ഞൊന്നുമില്ല, സൂപ്പറാണ്.